ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സി പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കോഡിലേക്ക് പോകാം. സോ നമ്മൾ ആദ്യം stdio എന്ന് പറയുന്ന ഹെഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിന്റ് എഫ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് stdio എന്ന് പറയുന്ന ഹെഡർ യൂസ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് std bool ഡോട്ട് എച്ച്. സോ നമുക്ക് ബൂലിയൻ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൈബ്രറി ആഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ മാത്ത് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനായ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെഡർ ആഡ് ചെയ്തേക്കുന്നത്. സോ അതിനുശേഷം നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈസ് പ്രൈം എന്ന് പറയുന്നതാണ് ഫംഗ്ഷന്റെ പേര്. സോ നമ്മളൊരു നമ്പർ പാസ് ചെയ്യുവാണെങ്കിൽ ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് പ്രൈം ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, അതല്ലെങ്കിൽ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. സോ അതിനുവേണ്ടിയാണ് ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ ആണ് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം നമുക്കൊരു നമ്പർ ഇതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്പർ 2-നെക്കാട്ടിൽ ചെറുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. 2-നെക്കാട്ടിൽ ചെറുതാണെങ്കിൽ 1, 0 ഈ നമ്പേഴ്സ് ഒക്കെയാണ് വരുന്നത്. സോ ആ ഒരു കേസിൽ നമുക്ക് പ്രൈം നമ്പർ അല്ല എന്ന് മനസ്സിലാവും. സോ നമ്മൾ അതുകൊണ്ട് റിട്ടേൺ ഫോൾസ് കൊടുക്കും. അതിനുശേഷം 2-നെക്കാട്ടി വലിയ നമ്പേഴ്സ് ആണ് നമുക്ക് ഈ ഫംഗ്ഷനിലോട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കും. സോ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്താണോ ആ വാല്യൂ ആണ് അപ്പർ ലിമിറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ 2 തൊട്ട് നമ്മൾ ആ കണ്ടുപിടിച്ച അപ്പർ ലിമിറ്റ് വരെ അത്രയും വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കും. എന്നിട്ട് റിമൈൻഡർ 0 ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യും. സോ ആ ഒരു കേസിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഫംഗ്ഷനിൽ നമ്മൾ പാസ് ചെയ്ത നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു ഫാക്ടർ കൂടി കിട്ടിയെന്നാണ് അതിനർത്ഥം. പുതിയൊരു ഫാക്ടർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല എന്നാണ് മീനിങ്. സോ അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് നം മോഡ് i = 0 റിട്ടേൺ ഫോൾസ്. സോ നമുക്കൊരു പുതിയൊരു ഫാക്ടറിനെ കിട്ടി. പുതിയൊരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ഒരു നമ്പർ പ്രൈം നമ്പർ അല്ല എന്നാണ് അതിന്റെ മീനിങ്. സോ നമ്മൾ എല്ലാ നമ്പറും വെച്ച് ചെക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് ഈ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫോൾസ് കൊടുക്കും. സോ ഈ ഒരു കേസിൽ നമ്മൾ പാസ് ചെയ്യുന്ന നമ്പറിനെ അനുസരിച്ചിരിക്കും ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ അതിനുശേഷം ഈ നമ്മൾ 2 തൊട്ട് ഈ നമ്പറിന്റെ അപ്പർ ലിമിറ്റ് വരെയുള്ള എല്ലാ നമ്പേഴ്സും വെച്ച് ഡിവൈഡ് ചെയ്തിട്ടും നമുക്കൊരു ഫാക്ടർ കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം ഇതൊരു പ്രൈം നമ്പർ ആണെന്നാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ റിട്ടേൺ ട്രൂ കൊടുക്കും. ഇതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ നമുക്ക് പ്രൈം നമ്പർ റിലേറ്റഡ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ആദ്യം ഈ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷനിലേക്ക് പോകാം. സോ ഞാനൊരു നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമ്പർ ഞാൻ 19 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. അതിനുശേഷം ഞാൻ ചെക്ക് ചെയ്യുന്നു, ആ ഫംഗ്ഷനിലോട്ട് ആ നമ്പറിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. സോ 19 ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും. നമുക്ക് കിട്ടുന്നത് 19 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ആകും. സോ ഇഫ് കണ്ടീഷനിൽ നമ്മൾ പ്രൈം നമ്പർ എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ പ്രൈം നമ്പർ അല്ലെങ്കിൽ നമ്മൾ എൽസ് കണ്ടീഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, നോട്ട് പ്രൈം നമ്പർ ആയിരിക്കും പ്രിന്റ് ആകുന്നത്. സോ ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ 19 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൈം നമ്പർ എന്ന് കണ്ടു. ഇനി അടുത്തത് ഞാൻ ഈ നമ്പർ ഒന്ന് മാറ്റി നോക്കാം. 100 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കാം. 100 പ്രൈം നമ്പർ അല്ല. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോട്ട് പ്രൈം നമ്പർ എന്നായിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഈ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.